കോട്ടയം കുറുപ്പന്തറയിൽ തോട്ടിലേക്ക് മറിഞ്ഞ കാർ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി. ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത വിനോദസഞ്ചാരികളുടെ കാറാണ് മറിഞ്ഞത്. ഹൈദരാബാദ് സ്വദേശികളായ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സൈൻ ബോർഡുകൾ ഇല്ലാതിരുന്നതാണ് തിരിച്ചടിയായതെന്ന് അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പറഞ്ഞു. This way showing in the Google map. That's why we came here. Otherwise, why we will come in this route? By Google Maps, we are another states. How we know the route? So Google Map only now. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്തു നിന്ന് വിവരങ്ങളുമായി. ടോബി, ഇപ്പോൾ അവർ രക്ഷപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആശ്വാസകരമാവുന്ന ഒരു വാർത്ത തന്നെയാണത്. ഇപ്പോൾ അവർക്കാണെങ്കിൽ അത് പറയാൻ കഴിയുന്നുണ്ട് കാരണങ്ങൾ. ഗൂഗിൾ മാപ്പാണോ സൈൻ ബോർഡാണോ ചതിച്ചത്? സൈൻ ബോർഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സ്മിത. കാരണം ഗൂഗിൾ മാപ്പ് പ്രകാരമാണ് ഇവർ ഈ ഒരു വഴിയിലൂടെ വന്നത്. അതായത് മൂന്നാറിൽ ഇന്നലെ വന്നതാണ് ഇവർ. മൂന്നാറിൽ നിന്നും കുമരകം വഴി ആലപ്പുഴയ്ക്ക് പോകാനായിരുന്നു പ്ലാൻ. അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോഴാണ് എളുപ്പ വഴിയായിട്ട് ഈ ഒരു മാഞ്ഞൂർ വഴിയുള്ള വഴി കാണിച്ചു കൊടുത്തത്. ആ ഗൂഗിൾ മാപ്പ് പറഞ്ഞത് പ്രകാരം ഇവർ വാഹനം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു ടേണിംഗ് ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ ഗൂഗിൾ മാപ്പിലേക്ക് അവർ നോക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുന്നിൽ സൈൻ ബോർഡുകൾ ഇല്ലാതിരുന്നപ്പോൾ ഈ റോഡ് പോലെ തന്നെ മുന്നോട്ട് ടാർ ചെയ്ത് കിടക്കുകയായിരുന്നു ഈ കടവിലേക്കുള്ള വഴി. അതുകൊണ്ടാണ് ആ വഴിയെ കയറിപ്പോയത്. അങ്ങനെയാണ് നേരെ വാഹനം ഓടിച്ച് ഈ കടവിലേക്ക് പോകുന്നത്. പക്ഷേ അവർ പറയുന്ന ഒരു കാര്യം, അമിത വേഗതയിലൊന്നുമല്ലായിരുന്നു, വളരെ പതുക്കെയാണ്. ഏകദേശം 10-15 കിലോമീറ്റർ വേഗതയിലായിരുന്നു വാഹനം ഓടിച്ചത്. വാഹനം ഓടിച്ച് നേരെ അത് റോഡാണെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് എന്നാണ് അവർ പറയുന്നത്. മറ്റ് കടവിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ ഒരു വഴിയല്ല ടാർ ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ നേരെ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നത്. ഹൈദരാബാദ് സ്വദേശികളായ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. എല്ലാവരും സുരക്ഷിതരാണ്.